നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ സംഘർഷം അയവില്ലാതെ തുടരുന്ന പശ്ചാത്തലത്തിൽ അബുദാബിക്ക് നേരെ വീണ്ടും ഇറാന്റെ മിസൈൽ ആക്രമണമുണ്ടായ വാർത്തകൾ ആഗോളതലത്തിൽ വലിയ ആശങ്കയുണ്ടാക്കുന്നു. UAEയുടെ തന്ത്രപ്രധാനമായ ഇടങ്ങളെ ലക്ഷ്യം വെച്ച് നടക്കുന്ന ഇത്തരം നീക്കങ്ങൾ മേഖലയിലെ സമാധാന അന്തരീക്ഷത്തെ കാര്യമായി ബാധിച്ചിരിക്കുകയാണ്. അബുദാബിയിലെ മുസഫ ഐക്കാർഡ് സിറ്റിയിലുള്ള ഒരു കമ്പനിയിലാണ് ഇറാന്റെ മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ചത്. മിസൈലുകൾ തകർക്കപ്പെട്ടതിനെ തുടർന്നുണ്ടായ അവശിഷ്ടങ്ങൾ വീണാണ് അപകടമുണ്ടായത്. ഈ സംഭവത്തിൽ ഖാന സ്വദേശിയായ ഒരാൾക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ജനവാസ മേഖലകളെയും വ്യവസായ കേന്ദ്രങ്ങളെയും ഭീതിയിലാഴ്ത്തുന്ന തരത്തിലാണ് ഈ ആക്രമണങ്ങളുടെ സ്വഭാവം. മേഖലയിലെ സംഘർഷം നിയന്ത്രിക്കാൻ ആഗോള ശക്തികളായ റഷ്യയും ചൈനയും രംഗത്തെത്തിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇരു രാജ്യങ്ങളും സംയുക്ത ശ്രമം നടത്തുമെന്ന് ചൈനീസ് വിദേശകാര്യ വക്താവ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുമുണ്ട്. റഷ്യൻ ചൈനീസ് വിദേശകാര്യമന്ത്രിമാർ തമ്മിൽ വിഷയം ചർച്ച ചെയ്തതായും നയതന്ത്ര ഇടപെടലുകളിലൂടെ യുദ്ധസമാനമായ സാഹചര്യം ഒഴിവാക്കാൻ ശ്രമിക്കുമെന്നും ചൈന വ്യക്തമാക്കി. അന്താരാഷ്ട്ര തലത്തിൽ ഇറാന് മേൽ സമ്മർദ്ദം ചെലുത്താൻ ഈ നീക്കം വഴിതെളിക്കുമെന്നും കരുതപ്പെടുന്നു. അയൽരാജ്യങ്ങൾക്ക് നേരെ ഇറാൻ തുടരുന്ന ശത്രുതാപരമായ നിലപാടുകൾക്കെതിരെ UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ് രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. ഇറാൻ നടത്തുന്ന ഈ ആക്രമണങ്ങൾ അവരുടെ സൈനിക കരുത്തല്ല കാണിക്കുന്നത്, മറിച്ച് അവരുടെ അഹങ്കാരത്തെയും തന്ത്രപരമായ വീഴ്ചയുമാണെന്ന് അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. മേഖലയിൽ അസ്ഥിരതയുണ്ടാക്കുന്ന ഇറാന്റെ നിലപാടുകൾ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇറാൻ മുൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ജവാദ് ഷെരീഫ് പ്രശസ്ത അമേരിക്കൻ മാസികയായ ഫോറിൻ അഫയേഴ്സിൽ എഴുതിയ ലേഖനമാണ് നിലവിലെ വാക്പോരുകൾക്ക് ആധാരം. ഈ ലേഖനത്തിൽ ഇറാൻ ഒരു സമാധാനകാംക്ഷിയായ രാജ്യമാണെന്ന തരത്തിലുള്ള പരാമർശങ്ങൾക്കെതിരെയാണ് ഗർഗാഷ് രംഗത്തെത്തിയത്. അയൽ രാജ്യങ്ങളോട് ഇറാൻ പുലർത്തുന്ന ശത്രുതയും സായുധ സംഘങ്ങളെ ഉപയോഗിച്ച് നടത്തുന്ന അധിനിവേശ ശ്രമങ്ങളും ലേഖനത്തിൽ ബോധപൂർവം മറച്ചുവെച്ചിരിക്കുകയാണെന്ന് ഗർഗാഷ് ആരോപിക്കുന്നു. നയതന്ത്ര തലത്തിൽ മാന്യത ചമയുകയും പ്രായോഗിക തലത്തിൽ ആക്രമണം തുടരുകയും ചെയ്യുന്ന ഇറാന്റെ ഇരട്ടത്താപ്പിനെ UAE തുറന്നു കാട്ടി. ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളും അതിനെതിരെയുള്ള UAEയുടെ രാഷ്ട്രീയ നിലപാടുകളും ഗൾഫ് മേഖലയെ വീണ്ടും അശാന്തമാക്കുകയാണ്. വൻ ശക്തികളുടെ ഇടപെടൽ എത്രത്തോളം ഫലപ്രദമാകുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയണം. ആഗോള വിപണിയെയും ആഗോള സാമ്പത്തിക വ്യവസ്ഥയും സ്വാധീനിക്കുന്ന മേഖല എന്ന നിലയിൽ ഈ സംഘർഷം പരിഹരിക്കപ്പെടേണ്ടത് ലോകരാഷ്ട്രങ്ങളുടെ കൂടി ആവശ്യമായി മാറിയിരിക്കുകയാണ്. നയതന്ത്ര ചർച്ചകളിലൂടെ ഇറാൻ തങ്ങളുടെ നിലപാട് മാറ്റാത്ത പക്ഷം മേഖല കൂടുതൽ കലുഷിതമായേക്കും. എന്നാലും പശ്ചിമേഷ്യയിൽ ആശങ്ക തുടരുന്ന സാഹചര്യം തന്നെയാണുള്ളത്. അടിയന്തരമായ യുദ്ധം നിർത്തേണ്ടുന്ന ആവശ്യമുണ്ട്. എന്തായാലും സാമ്പത്തിക വ്യവസ്ഥയും ലോക എണ്ണ വിപണിയുമൊക്കെ വലിയ രീതിയിൽ യുദ്ധം ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും അടിയന്തരമായി ഈ സംഘർഷം പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷേ ലോകരാഷ്ട്രങ്ങളുടെ കൂടി ആവശ്യമായി മാറിയിട്ട് പോലും എന്തുകൊണ്ടാണ് ഇറാനും അമേരിക്കയും ഒരു നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാത്തത് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഇറാൻ തങ്ങളുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്.